വയനാട് ചേകാടിപ്പാടത്ത് സുഗന്ധ നെല്ലിനങ്ങളുടെ കൃഷി കുറഞ്ഞു വരുന്നു. ഗന്ധകശാല നെൽകൃഷി അന്യം നിൽക്കുമെന്ന ആശങ്കയിലാണ് പരമ്പരാഗത കർഷകർ. സംസ്ഥാനത്ത് ഗന്ധകശാല ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഇടമാണ് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വനഗ്രാമമായ ചേകാടി. ഉച്ചവെയിലിൽ സ്വർണ്ണവർണ്ണമായി നിൽക്കുകയാണ് ചേകാടിയിലെ നെൽപ്പാടങ്ങൾ. ഇവിടുത്തെ കാറ്റിന് സുഗന്ധ നെല്ലിനമായ ഗന്ധകശാലയുടെ മണമാണ്. സംസ്ഥാനത്ത് തന്നെ സുഗന്ധ നെല്ലിനമായ ഗന്ധകശാല കൃഷി ചെയ്യുന്ന ഏക ജില്ലയാണ് വയനാട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗന്ധകശാല നെല്ലിനം കൃഷി ചെയ്യുന്നത് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വനഗ്രാമമായ ചേകാടിയിലാണ്. ചേകാടി ഗ്രാമത്തിലെ ഗോത്ര കർഷകർ പരമ്പരാഗതമായി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തു വന്ന ഇനമായിരുന്നു ഒരു കാലത്ത് സുഗന്ധ നെല്ലിനമായ ഗന്ധകശാല. എന്നാൽ കൃഷി ചെയ്താൽ ലഭിക്കുന്ന നെല്ലിന്റെ കുറവും വിലക്കുറവും മറ്റു പ്രയാസങ്ങളും കർഷകരെ കൃഷിയിൽ നിന്ന് പുറകോട്ടടുപ്പിക്കുകയാണ്. ഇത് ഈൽഡ് വളരെ കുറവാണ്. ഒരു ഏക്കറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഈൽഡ് 6 ക്വിൻ്റൽ മുതൽ 7 ക്വിൻ്റലാണ്. അതായത് 600 കിലോ മുതൽ 700 കിലോ വരെയാണ്. രണ്ടാമത്തെ, എവിടെ നട്ടാലും കിളിയുടെ അറ്റാക്ക് ഉണ്ടാകാം. അതേപോലെ തന്നെ വന്യമൃഗശല്യമുള്ളതാണെങ്കിൽ അതിന് മാത്രം അറ്റാക്ക് ചെയ്യുന്ന സംഭവം ഉണ്ടാവും. വേറൊരു പ്രശ്നം വെച്ചാൽ ചെറിയ കാറ്റും ചെറിയ മഴയുണ്ടെങ്കിൽ തന്നെ ഇത് നിലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ അടിഞ്ഞാകും. അപ്പോൾ അവിടെ നിന്ന് മുളയ്ക്കും. എവിടെ നിന്ന് കിട്ടുന്നു? അങ്ങനെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തിട്ട് വേണം ഒരു കർഷകൻ ഇത് ഉൽപ്പാദിപ്പിച്ച് എടുത്ത് അവൻ്റെ വീട്ടിലെത്തിക്കാൻ. ഇത്തരം സുഗന്ധ നെല്ലിനങ്ങളെ സംരക്ഷിക്കാൻ കർഷക പ്രോത്സാഹന പദ്ധതികൾ ഇല്ലാത്തതാണ് കർഷകർ ഈ കൃഷിയെ കൈവിടാൻ കാരണമാകുന്നത്. ഇതിന് ആ ഉൽപാദന ക്ഷമത കുറവുള്ളതുകൊണ്ടും ഇത് വയനാടിന്റെ തനത് നെല്ലിനമായതുകൊണ്ടും ഇത് സംരക്ഷിക്കേണ്ട ബാധ്യത പൊതുസമൂഹത്തിനുള്ളതുകൊണ്ടും സർക്കാർ ഇതിന് റോയൽറ്റി ഏർപ്പെടുത്തണം. ഈ നെല്ലിനം വയനാടിന്റെ പൈതൃക സ്വത്താക്കി മാറ്റുകയും ഇത് നശിക്കാതിരിക്കാനുള്ള വ്യക്തമായ ഒരു നയരേഖ ഗവൺമെന്റിന്റെ ഭാഗത്തും, പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല, ഗവൺമെന്റ് ഭാഗത്തുനിന്നോ മറ്റു ഭാഗങ്ങളിലോ ത്രിതല പഞ്ചായത്ത് ഭാഗത്തുനിന്നോ വേണ്ടപ്പെട്ട പരിഗണന കിട്ടാതെ മൂലം ഇന്ന് ചേകാടിയിൽ 80 ഏക്കർ കൃഷി ചെയ്യുന്ന ഈ ഇടത്ത് 10 ഏക്കറിന്റെ താഴെ ഇതായി. ഗന്ധകശാലയുടെ സംസ്കരണവും പ്രയാസമാണ്. ഗന്ധകശാലയുടെ നെല്ലും പതിരും വേർതിരിക്കണമെങ്കിൽ പരിചയസമ്പന്നരായ തൊഴിലാളികൾ തന്നെ വേണമെന്നതും പ്രതിസന്ധിയാണ്. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് വിളവെടുപ്പ് നടത്തിയാൽ പോലും ന്യായമായ വില ലഭിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. വയനാടിന്റെ തനത് സംസ്കാരത്തോളം തന്നെ പ്രാധാന്യമുണ്ട് ഇവിടുത്തെ തനത് വിളകൾക്കും. ചേകാടിയിലെ തനത് സുഗന്ധ നെല്ലിനങ്ങൾ സംരക്ഷിക്കാൻ ഈ പ്രദേശത്തെ ഗോത്ര കർഷകർക്ക് സർക്കാരിന്റെ സഹായം കൂടിയേ തീരൂ. വയനാട് ചേകാടിയിൽ നിന്നും രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.